എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുമായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, മൃഗങ്ങളുടെ മേൽ മനുഷ്യർ കാണിക്കുന്ന തോന്നിവാസത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. തോന്നിവാസത്തിനെ കുറിച്ചിട്ട് ചിലപ്പോൾ എൻ്റെ ഭാഷ കുറച്ച് കടുത്തുപോയി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ എന്നോട് ക്ഷമിക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ച് കട്ടിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എത്ര മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചാലും ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അത് ആരുടെ കാര്യമായാലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിലുണ്ടല്ലോ, മനുഷ്യർക്ക് മാത്രമേ ഭൂമിയുടെ അവകാശികളായിട്ടുള്ളൂ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ജീവിക്കണ്ടേ ലോകത്ത്? ആ പട്ടിയും പൂച്ചയും ആർക്കും ഒരു തെറ്റും ചെയ്യാത്തതിനെയൊക്കെ വിഷം വെച്ച് കൊല്ലുക എന്ന് വെച്ചാൽ എത്ര ഹീനമായിട്ടുള്ള പ്രവൃത്തിയാണ്. അത് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് ഒരു വീഡിയോ കണ്ട ആ ഒരു ഓർമ്മ എനിക്ക് വരികയാണ്. അതായത് നിറവയറോട് കൂടിയിരുന്നൊരു പൂച്ചയെ കഴുത്തിൽ കെട്ടി തൂക്കി കൊന്നിട്ടിരിക്കുന്ന, ഇങ്ങനെ ഒരു കഴുത്തിൽ കുരുക്കിട്ട് കൊന്ന് തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ അന്ന് മുഴുവനായിട്ട് വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ വയറ്റിൽ പൂച്ചക്കുഞ്ഞുങ്ങളെല്ലാം കൂടെ മുഴച്ചിരിക്കുന്നു. അതായത് ഡെലിവറിയൊക്കെ അടുത്തിരിക്കുന്ന ആ ഒരു പൂച്ച വയറൊക്കെ പെരുകി ആ ഒരു അവസ്ഥയാണ് എനിക്കിപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളുടെ സ്വന്തം മക്കളെ ആണെങ്കിൽ നിങ്ങൾ കൊല്ലാനായിട്ടൊക്കെ ശ്രമിക്കുമോ? എന്ത് തന്നെയാണെങ്കിലും കാര്യം എന്താണെന്ന് ഒട്ടുമിക്ക ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാത്രം വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പോ ഒന്നുമല്ല, ഒരു കുഞ്ഞു വ്ളോഗ് പോലത്തെ ഒരു വീഡിയോ ആണ്. ആക്ച്വലി ഇന്നത്തെ വീഡിയോ ഒരുപാട് വിഷമവും ചെറിയൊരു സന്തോഷവും കൂടെ ഉള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, എനിക്ക് ഇഷ്ടംപോലെ പൂച്ചകളുണ്ടായിരുന്നു. പാസ്റ്റിൽ കാര്യമാണ് പറയണ, ഇഷ്ടംപോലെ പൂച്ചകളുണ്ടായിരുന്നു. മറ്റേ എന്താ പറയാ, ഒരു പൂച്ച കയറി വന്ന്, കൺമൂന്ന് ഒരു പൂച്ച കയറി വന്ന് അത് പ്രസവിച്ച് അത് മാത്രമല്ല, പിന്നെ എൻ്റെ മക്കൾ പ്രസവിക്കുക അങ്ങനെ ഒരു 2-3 കൊല്ലമായിട്ട് ഇഷ്ടംപോലെ 10-20 പൂച്ചകളുണ്ടായിരുന്നു. 20-25 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓരോ അസുഖം വന്ന കാലക്രമേണ കുറച്ചൊക്കെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ പൂച്ചകളെല്ലാം ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാവരും നല്ല ജില്ലായിട്ട് നിൽക്കുന്ന സമയം. ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചയിൽ ഒരാഴ്ചയായിട്ട് തുരുതുരുതുരാ എൻ്റെ പൂച്ചകൾ എന്നും മരിക്കും ഗൈസ്, എന്നും. അതായത് എല്ലാ ദിവസവും 2-3 ഒക്കെ വെച്ചിട്ട് തുരുതുരാന്ന് പറഞ്ഞൊരു 5 പൂച്ചകളങ്ങ് മരിച്ചു. അപ്പൊ ആദ്യം ഒരു ദിവസം ഞങ്ങൾക്ക് പപ്പു എന്നുള്ളൊരു പൂച്ച, നിങ്ങൾക്കറിയാം, വീഡിയോസിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അവൻ ഒരു 3 ദിവസമായിട്ട് അവനെ കാണാനില്ല. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബാറ്റ് സ്മെൽ അടിച്ച് വീട്ടിന്റെ പുറകിൽ ഫുള്ളങ്ങ് എന്താ പറയാ ജമിച്ച് ആ ഒരു പരുവത്തിൽ അങ്ങ് കിടന്നു. അപ്പം അത് ഡിസ്പോസ് ചെയ്തതിന്റെ പിറ്റേന്ന് എൻ്റെ 2 പൂച്ചകൾ മരിച്ച്, അതിന്റെ പിറ്റേന്ന് 2 പൂച്ചകൾ മരിച്ച്, ആക്ച്വലി ഒരു 4-5 പൂച്ചകൾ മരിച്ചു. ഇപ്പം എന്തെങ്കിലും മരിച്ച് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കണം അവർക്ക്. അപ്പൊ അവർക്ക് അസുഖമൊന്നുമില്ല. അവരെ മരിച്ചെന്ന് വെച്ചാൽ അവർക്ക് ഒരു വിഷം കഴിച്ചിട്ടാണ് അവർ മരിച്ചത്. സംഭവം എന്ന് വെച്ചാൽ, എനിക്കിപ്പം രാവിലെ ഞങ്ങൾ എണീക്കുമ്പോഴത്തേക്ക് ഇവിടെ വീട്ടിന്റെ സൈഡിൽ 2-3 പൂച്ചകളായിട്ട് മരിച്ചായിരുന്നു. അപ്പൊ ആര് വിഷം വെച്ചാലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇന്നലെ മിനിഞ്ഞാന്നായപ്പോഴത്തേക്കും രാത്രി ഞാൻ കിടക്കാൻ ലേറ്റായി, ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങ് അൽഫാം വാങ്ങിച്ചു. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാം ഇവിടെ ഈ നിൽക്കുന്ന പൊസിഷനിൽ ഇരുന്നിട്ട് വിറ്റത്ത് എല്ലാവർക്കും കൊടുത്ത്, ആരോ കൊടുത്തു. അപ്പൊ എൻ്റെ 2 പൂച്ചകൾ, ഈ മരണപ്പെട്ട പൂച്ചകളായിരുന്നു പറയണ്ട, ഇവര് ആഹാരമൊക്കെ കഴിച്ചിട്ടേക്കിയത് ഒരു 11-12 മണി ആയപ്പോഴേക്കും അവർ ഒരു പൂച്ചയ്ക്ക് വയ്യ. പ്രഗ്നന്റ് ആയിരുന്ന പൂച്ച. ഈ പൂച്ച ഇവിടെ വന്ന് ഞങ്ങളെ മേശപ്പുറത്ത് വന്നിരുന്നിട്ട് അതിങ്ങനെ തലയിട്ട് വെട്ടിക്കണുണ്ടായിരുന്നു. തലയിട്ട് വെട്ടിച്ച് എന്ന് വെച്ചാൽ അതിങ്ങനെ അതിന്റെ ബ്രെയിൻ എന്തോ അഫക്റ്റ് ആയ രീതിക്ക്, തലയ്ക്ക് എന്തോ അഫക്റ്റ് ആയ രീതിക്ക് അതിങ്ങനെ കിടന്ന് തലയിട്ട് വെട്ടിച്ച് വായി കൂടെ ഇങ്ങനെ കുറച്ച് വെള്ളവും ഇങ്ങനെ സലൈവ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. അപ്പം എന്നിട്ടിത് ഞങ്ങള് ഡോറ് തുറന്നത് ഷർവാനെ ഓടിക്കളാം. ഷർവാനെന്ന് വെച്ചാൽ പേടിച്ച് ഇങ്ങോട്ട് ഭയങ്കര പേടിയായിരുന്നു പൂച്ച. അത് പറയാം, അതായത് നമ്മളെ പൂച്ച വെച്ചാൽ നമ്മളെ തൊടണയാന്നൊരു പ്രശ്നമല്ല, അങ്ങനത്തെ വീട്ടിൽ ഉള്ള പൂച്ചയില്ലേ, ഇത് തൊടാൻ സമയത്തില്ല, ഇത് ഇങ്ങനെ ഭയങ്കര ഓട്ടമൊക്കെ ആയിരുന്നു. എന്നിട്ട് ഒരു 12-1 മണിയൊക്കെ ആയി, ഒരു 1-2 മണിയായി. അപ്പൊ ഞങ്ങൾ കിടന്നത്. അപ്പൊ ഞാൻ ഫോണൊക്കെ മാറ്റി ഞങ്ങൾ കിടന്നിട്ട്, ഞാൻ കിടക്കണന്റെ ഈ ഒരു വലതുവശത്തായിട്ട് ആ സൈഡിലോട്ട് ഈ പൂച്ചയുടെ ഭയങ്കര വിളി, അതായത്
നമുക്ക് മരണപ്രാളത്തിൽ വിളിക്കൂലേ, അതേ കണക്ക് ഭയങ്കര വിളി. കാരണം ഇപ്പം എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. കാരണം നമ്മൾ നമ്മുടെ മക്കളെ പോലെ വളർത്തുന്നതാണ്. അപ്പൊ ഇത് ഭയങ്കര വിളിയായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയിട്ട് ഇത് കാണാൻ പറ്റാത്ത സ്ഥലമാണ്. അപ്പുറത്തൊരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക, വീടൊക്കെ കൊണ്ട് കാണാൻ പറ്റാത്ത സ്ഥലമല്ല. അപ്പൊ നോക്കിയപ്പോഴേക്ക് ഇത് ഭയങ്കര അമറക്കവും ഭയങ്കര വിളി വെച്ചാൽ ആ വിളി നമുക്ക് ഇപ്പോഴും എൻ്റെ ചെവിയിലെ വിളിയുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ വിളി ഒന്ന് ഡൗൺ ആയപ്പോൾ അതിന്റെ സൗണ്ട് കുറഞ്ഞു വരണം. അത് കഴിഞ്ഞപ്പോൾ വേറൊരു ഫ്രണ്ടിൽ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഫ്രണ്ടിൽ റോഡ് സൈഡിൽ വേറൊരു പൂച്ചയാണെന്ന് വിളിയോട് വിളി. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് രക്തം വൊമിറ്റ് ചെയ്യണം. അപ്പൊ ഈ കാരണം മുമ്പും ഇത് എനിക്ക് പോയിസൺ വെച്ച് കഴിച്ചിട്ട് എൻ്റെ ഒരു പൂച്ചകളൊക്കെ വല്ലപ്പോഴേക്കൊക്കെ മരിച്ചിട്ടുണ്ട് മുമ്പ്, ഒന്നര കൊല്ലമൊക്കെ മുന്നേ. അപ്പൊ മനസ്സിലായി പോയിസൺ അടിച്ചിട്ടാണ്. ഞാൻ ഡോക്ടറിനെയൊക്കെ വിളിച്ച്. അപ്പൊ നമുക്ക് പൂച്ചകൾ ഒരു പ്രശ്നം വെച്ചാല് ഇവർക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണം, അവർക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പാടാണ്. മാത്രമല്ല ഇവര് റിക്കവറി സ്റ്റേജ് ഒരു പേഴ്സൻറ്റേജ് ഭയങ്കര കുറവാണ് പോയിസൺ. അപ്പൊ പട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അങ്ങനെ ഞങ്ങൾ ആകെ എല്ലാവരും ഇവിടെ ആഘോഷത്തില്ല. കാരണം എന്താ പറയുക, നമ്മൾ രാവിലെ ഉറപ്പണിക്കുമ്പോൾ എല്ലാവരും വെളിയിലാണ് കിടക്കണം. രാവിലെ ഉറപ്പണിക്കുമ്പോൾ അമ്മ തുറക്കുമ്പോൾ എല്ലാവരും കയറി അകത്തൊരു എല്ലാവർക്കും ഫുഡ് കൊടുക്കും, അവരവരെ കാര്യം നോക്കി പോകും. ഉച്ചയ്ക്ക് വരും, ഇവർക്ക് വിശക്കാൻ വരും. അവിടെ അങ്ങനെയൊരു സംഭവം. ഇതിപ്പം ഞങ്ങൾ വാതിൽ തുറക്കുമ്പോൾ പൂച്ചകളിയില്ല, എല്ലാവരും മറുകയ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ ഉള്ളവർ സംസാരിച്ചപ്പോഴത്തേക്ക് ഇപ്പൊ ഏകദേശം നമുക്കറിയാം ആരാണ് വെച്ചാൽ തെളിവോ അങ്ങനെ ഒന്നുമില്ല പറയാൻ വേണ്ടിയിട്ടോ, അങ്ങനെ ഒന്നും വേണ്ട തെളിവൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഗ്ലാമി ഗംഗ പറയുന്നതെന്ന് വെച്ചാൽ ഗ്ലാമി ഗംഗയുടെ പൂച്ചയൊക്കെ അയൽവാസി വിഷം കൊടുത്ത് കൊന്നു എന്നാണ് പറയുന്നത്. അത് പോകെയുള്ള ഭാഗങ്ങളിൽ ഗ്ലാമി അത് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്താലും ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, ഇവർക്കൊക്കെ എന്ത് മനസ്സാണ്, എന്ത് മനസാക്ഷിയാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ സ്വന്തം മക്കളെ നിങ്ങളിത് ചെയ്യുമോ? ഇല്ലല്ലോ. കർമ്മ എന്നൊന്നുണ്ട്. ഇന്ന് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം നാളെ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. ആരും അറിയില്ല, ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്നൊക്കെ കരുതിയിട്ട് പലരും വലിയ വലിയ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഏതെങ്കിലും ഒരു പൊട്ടിനോളമുള്ള ഒരു തെളിവ് എവിടെയെങ്കിലും കിടക്കും. അതുകൊണ്ടാണ് 10, 40, 30 വർഷം കഴിയുമ്പോൾ പിന്നീട് അവരെ കണ്ടുപിടിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്യുന്നത് ആരായാലും അവരിന്നല്ലെങ്കിൽ നാളെ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. ആ ഒരു കാര്യത്തിന് ഒരു തർക്കവും ഇല്ല. പിന്നെ ഗ്ലാമി പറയുന്ന കാര്യങ്ങളിൽ എനിക്കും കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അങ്ങനെ ഇത്രയും സ്നേഹമായിട്ടൊക്കെ വളർത്തുന്ന മിണ്ടാപ്രാണിയൊക്കെ നഷ്ടപ്പെടുമ്പോഴുണ്ടല്ലോ, അത് മരിച്ചു പോകുമ്പോൾ അത് കാണാൻ പറ്റില്ല. അത് പറയാൻ കാരണം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഇവിടെ പൂച്ച. 3-4 പൂച്ചയെ പലപ്പോഴായിട്ട് വളർത്തിയിട്ടുണ്ട്. ആ പൂച്ചകളെല്ലാം പലതവണയായിട്ട് മരിച്ചിട്ടുമുണ്ട്. അതിനെയൊന്നും ആരും വിഷം വെച്ചൊന്നും കൊന്നതൊന്നുമല്ല കേട്ടോ, സത്യസന്ധമായിട്ട് പറയില്ല. ആരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ പട്ടി പിടിച്ചും പിന്നെ അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്താണ് ആക്സിഡൻ്റ് ആയിട്ട് വണ്ടിയൊക്കെ തട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് അവർക്കൊക്കെ മരണം സംഭവിച്ചത്. ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് ഞങ്ങൾക്കൊരു പൂച്ച ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു വർഷമാവും അവൻ മരിച്ചിട്ട്. മോമോ എന്ന് പറയുന്ന ഒരു പൂച്ച നമ്മൾ വളർത്തിയതാണ്. അത്രയും നല്ല അനുസരണയുള്ള സന്തോഷമായിരുന്നു അവനുള്ളപ്പോഴത്തേക്ക്. അവൻ നഷ്ടപ്പെട്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി, താങ്ങാൻ പറ്റാത്തത്ര വിഷമമായിരുന്നു. ഇപ്പോൾ അതിന് പകരമായിട്ട് നമുക്കൊരു പുതിയൊരു പൂച്ചക്കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ ഇങ്ങ് കൊണ്ടുവന്നില്ല. അത് എൻ്റെ അനിയത്തിയുടെ പൂച്ച പ്രസവിച്ചതാണ്. അവനെ ഞങ്ങൾ മോമോ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അവനെ കൊണ്ടുവരും, അധികം വൈകാതെ തന്നെ കൊണ്ടുവരും. അവൻ അവിടെ അപ്പിയൊക്കെ ഇട്ട് തുടങ്ങിയെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ കൊണ്ടുവരും. കാരണം അല്ലെങ്കിൽ പിന്നീട് ഇണക്കം കുറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവില്ലേ. അതുകൊണ്ട് തന്നെ ഓടിയൊക്കെ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ മോമോയെ കൊണ്ടുവരും. അപ്പം തന്നെ കാണിച്ചു തരാതെ അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഈ വീഡിയോയിലേക്ക് വരാം. ഇതാണിപ്പോൾ നമ്മുടെ മാറ്റർ. അയിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. 8 പൂച്ചയുണ്ട്. അങ്ങനെ 8 പൂച്ചകളെ ഞങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാൻ. സോ ഗൈസ്, അതാണ് പറയുന്നത്. കാരണം ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഓഫ്കോഴ്സ് നമ്മൾ ഈ വീട് പാല് വെച്ചൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ചോദിക്കും പൂച്ചകളെ കൊണ്ടുപോയി കളഞ്ഞ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ഞങ്ങൾ സത്യം കഴിഞ്ഞാൽ എല്ലായിടത്തും പറയണത് ഞങ്ങളെന്ന് വെച്ചാൽ നമുക്ക് പുത്തൻ വീട്ടിൽ പോകണ്ടേ, പുതിയ വീട്ടിൽ പോകണ്ടേ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ദുഷ്ടപ്രവൃത്തി എന്നിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരാൾ പറയാണ്, ഇനി ശല്യമാണെങ്കിൽ വിഷം വയ്ക്കും എന്ന് പറഞ്ഞു. അപ്പം പിന്നെ പറയാതെ പറയുന്നുണ്ട് വിഷം വെച്ച് കൊല്ലുവന്നു. അപ്പം എൻ്റെ മോളെ ഗ്ലാമി അങ്ങനെ പറഞ്ഞപ്പോൾ കൈ വീശി കവളത്തൊരെണ്ണം നിനക്ക് കൊടുത്തുവിടായിരുന്നോ? ഒരു പാവവും കിട്ടില്ല. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചുവിടായിരുന്നോ? മുഖത്ത് നോക്കി ഇനിയും മിണ്ടാപ്രാണികളെ വിഷം വെച്ച് കൊല്ലുന്നു പറയുന്നവരുടെ അടുത്ത് എന്തിനാ നീ അത് കേട്ടോണ്ട് നിന്നത്? അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. സംഭവമുണ്ട്. ഇന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കും. അത്രേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ എൻ്റെ കുട്ടികളെ പാക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ 8 കുട്ടികളെ പാക്ക് ചെയ്തു. അപ്പോൾ ഒരു കേജിലും ഒരു ബേസ് ബോളാണ് ഇട്ടത്. അപ്പോൾ ബേസ് ബോൾ ഓട്ടയൊക്കെ ഇട്ടാണ് ഇട്ടത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഈ പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലോട്ട് ട്രിവാൻഡ്രത്താണ്. അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ദൂരമുണ്ട്. അപ്പോൾ ആക്ച്വലി അവിടെ എന്ന് പറയുന്നത് ഈ അബാൻഡൻഡ് ആയിട്ടുള്ള ഡോഗ്സ് ആരെങ്കിലും കൊണ്ട് കളയണത്, പിന്നെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നത്, കൂടുതലും ഡോഗ്സ് ആണ് ഉള്ളത്. ക്യാറ്റ്സ് കുറവാണ്. പക്ഷെ എന്നാലും ക്യാറ്റ്സ് അവർ നോക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ അതെന്ന് വെച്ചാൽ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ചാരിറ്റി പോലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡൊണേഷൻസ് ഒക്കെ അവർ അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ അവരുടെ ഇത് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തേക്കാം. ആക്ച്വലി ഞാൻ വീഡിയോന് ഭയങ്കര ക്ലിയർ ആയിട്ട് എടുത്തില്ല. അവർക്ക് ഡോഗ് നഴ്സറി, ക്യാറ്റ്, പപ്പിക്ക് വരെ, കിറ്റിന് വരെ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമായിപ്പോയി കൊടുത്തപ്പോൾ. അവർക്ക് ബെഡും ടോയ്സ് ഒക്കെ. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാമി അങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടികളെ എല്ലാം കൂടി അവരെ നോക്കുന്ന ഒരു എന്താണ് പറയുന്നത്, അവരെ ഒരു ബോർഡിങ്ങിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ഒരു മഹാപാപം ചെയ്തവരെ ദൈവത്തിൻ്റെ കൺമുന്നിൽ ഉണ്ട്, കരടായിട്ട് തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ അവരുണ്ട്. അവർക്ക് ഇന്ന് ചെയ്തതിൻ്റെ ഫലം നാളെ എപ്പോഴെങ്കിലും കിട്ടും. ഇവരെയൊക്കെ സത്യം പറയുകയാണെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക, പറ്റുമെങ്കിൽ നല്ല പാട്ടപ്പെടാന്ന് പറഞ്ഞ് ചെകിട് പുളക്ക 2 കൊടുക്കുക. ഇതാണ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അത് മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ. അതുപോലെ നാളെ രാവിലെ 10 മണിക്കും രാത്രിയിൽ 9 മണിക്കും ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ലൈവിൽ വരണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.